അനീഷ് വീണ്ടും ഗാർഡൻ ഏരിയയിൽ നിന്ന് അകത്ത് വന്നിട്ട് ആദിലയായിട്ട് ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അനീഷ് പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും 27 വയസ്സ് പൂർത്തിയായ യുവതികളല്ലേ, നിങ്ങളടുത്ത് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ വരുമ്പോഴത്തേന് എന്തിനാണ് ഷാനവാസ് ഇടയ്ക്ക് കയറി പറയുന്നത് കുട്ടികളോട് സംസാരിക്കേണ്ടെന്ന്? ഷാനവാസ് ആരാ നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ പാടില്ലേ? എന്തിനാ ഇങ്ങനെയൊക്കെയുള്ള രീതി കാണിക്കുന്നതെന്ന് അനീഷ് ചോദിക്കുന്നുണ്ട്. ഫാമിലികൾ വന്ന് കഴിഞ്ഞ് പോയതിന് ശേഷമാണ് നിങ്ങളെല്ലാം എന്നോട് ഇങ്ങനെ പെരുമാറിയെന്ന് അനീഷ് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പറയാം, താൻ പോടോ. എന്നിട്ട് വീണ്ടും അനീഷ് ഇങ്ങനെ സംസാരിച്ചു തുടങ്ങി. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഷാനവാസിൻ്റെ വാക്കുകൾ കേട്ടിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വീണ്ടും പറയാണ്, താൻ എന്തിനാ ഇങ്ങനെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുക്കാൻ വേണ്ടിയല്ലയോ ഈ ഒരു വർത്തമാനം പറയുന്നത്? ഫാമിലികൾ വന്നു പോയതിന് ശേഷം തന്നെ ആരെങ്കിലും ഇവിടെ എന്തോ ഒറ്റപ്പെടുത്തിയോ? താൻ എന്തിനാ എപ്പോഴും ഈ ഒരു വാക്ക് പറയുന്നത്? ബിന്നി ഇരുന്ന് ചോദിക്കുന്നുണ്ട്, ചേട്ടൻ എന്തിനാ എപ്പോഴും ഇങ്ങനെ പറയുന്നത്? ഫാമിലി വന്ന് പോയതിന് ശേഷം എല്ലാവരും ചേട്ടനോട് എന്തോ വേർതിരിവ് കാണിച്ചെന്ന്. അപ്പോഴേക്കും ഷാനവാസ് അകത്തോട്ട് കയറി വന്നിട്ട് പറയുന്നുണ്ട്, ഇയാൾ വന്ന സമയങ്ങളിലൊക്കെ ആദ്യം പഞ്ചസാരയില്ല, മുളകില്ല എന്ന് പറഞ്ഞിട്ട് കിച്ചണിൽ രാവിലെ കോണ്ടൻറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം അയാൾക്ക് കോണ്ടൻറ്റ് ഇല്ല. അപ്പോൾ അതിന് അയാൾക്ക് കോണ്ടൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ വീണു കൊടുക്കരുത്. പ്ലീസ്, നിങ്ങൾ നിർത്തിയേരെ. ഇതിനൊരു മറുപടി നമ്മൾ ഇതിൽ കൂടുതൽ വേറൊന്നും കൊടുക്കാനില്ല. അനീഷ് ശാന്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്താ പറഞ്ഞത്? ഫാമിലീസ് വന്ന് പോയതിന് ശേഷമാണ് നിങ്ങളിൽ എല്ലാവരിലും എന്നോടുള്ള ആ ഒരു സമീപനത്തിന് പ്രകടമായ മാറ്റം ഉണ്ടായതെന്നാണ് ഞാൻ പറഞ്ഞത്. ഫാമിലീസ് വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിലപാട് എവിടെയാ? ഭയങ്കരമായിട്ട് ഒച്ചത്തിൽ അനീഷ് സംസാരിക്കുകയാണ്. അപ്പം ഞാനാണോ നുണ പറയുന്നത്, ഇവരാണോ നുണ പറയുന്നതെന്ന് അനീഷ് കിടന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഷാനവാസ് വന്നിട്ട് നൂറയോടും ആദിലയോടും പറയാണ്, എന്തിനാണ് കോണ്ടൻറ്റ് കൊടുക്കുന്നത്? മിണ്ടാണ്ടിരിക്കുക നിങ്ങൾ. എൻ്റെ അനിയൻ ഇവിടെ വന്നപ്പോൾ പബ്ലിക്കായിട്ടാണ് പറഞ്ഞത് എൻ്റെ ഷാനവാസിൻ്റെയും ഫ്രണ്ട്ഷിപ്പ് നല്ല രസമുണ്ടെന്ന്, അല്ലാതെ രഹസ്യമായിട്ടല്ല പറഞ്ഞത്.